Hello guys, ഫോൺ മൈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലക്സി S22 Ultrയുടെ ലോങ് ടേം യൂസർ റിവ്യൂ ആണ്. സോ അപ്രോക്സിമറ്റ്ലി 2 months ആയിട്ട് നമ്മുടെ ഗാലക്സി S22 Ultra യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ എനിക്ക് നമ്മുടെ 12GB 512GB വേരിയൻ്റ് ഇരിക്കുന്നത് ബർഗണ്ടി കളറാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ കോൺസ് തന്നെയാണ് തുടങ്ങാൻ പോകുന്നത്. ദാറ്റ് മീൻസ് ഇതൊരു സ്പെക് റിവ്യൂ അല്ല. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ കുറച്ച് ഇഷ്യൂസും അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുറേ ഫീച്ചേഴ്സാണ് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ കോൺസിൽ തന്നെ വരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇൻഡോർ ഷൂട്ട് ചെയ്യുന്ന ഒരാളാണ്. ദാറ്റ് മീൻസ് ഞാൻ ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് എന്ന് വെച്ചാൽ 1080p അറ്റ് 60 FPS ആണ്. ഓക്കെ കേട്ടോ, FHD അറ്റ് 60 FPS ആണ് ഞാൻ യൂഷ്വലി ഷൂട്ട് ചെയ്യാം. സോ ഇതിനകത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു 45 minutes വരെ പെർഫെക്റ്റ് ആണ്. ഫോൺ അധികം വാമൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ 45 minute മാർക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറുതായിട്ട് നമ്മുടെ ഫോണിൻ്റെ ഈ ടോപ്പ് ബസ്സിൽ സൈഡ് ബസ്സിലൊക്കെ വാമാവാൻ തുടങ്ങും. ഒരു 1 hour ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഫോൺ വാമാവും. ദാറ്റ് മീൻസ് ഞാൻ കണ്ടിന്യൂസ് വെച്ചാൽ ഡയറക്റ്റ് 0 minute to 1 hour കണ്ടിന്യൂ ഷൂട്ടിംഗ് അല്ല ഉദ്ദേശിച്ച്. കണ്ടിന്യൂ ഷൂട്ടിംഗ് ആണെങ്കിൽ സെയിം ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ നമ്മൾ 30 minutes ഷൂട്ട് ചെയ്തു, ഒരു പെട്ടെന്ന് തന്നെ അടുത്ത ഷൂട്ട് ഒരു പിന്നെ 30 minute അല്ലെങ്കിൽ 15 അങ്ങനെ പോലെ അറൗണ്ട് ഒരു 1 hour 50 to 1 hour ഇടയ്ക്ക് ഫോൺ നല്ല രീതിയിൽ വാമാവും. സോ നമ്മൾ കണ്ടിന്യൂസ് നിങ്ങളൊരു 2 hour ഷൂട്ടിംഗ് ഒക്കെ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി റിസ്ക് ആയിരിക്കും. അല്ലെങ്കിൽ സെക്കൻഡ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു നല്ലൊരു ഒപ്റ്റിമൽ റൂം ടെമ്പറേച്ചറിൽ അത്യാവശ്യം AC അല്ലെങ്കിൽ ഫാൻ അത്യാവശ്യം ഹൈ സ്പീഡിൽ ഇട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അത്യാവശ്യം നമുക്കൊരു 1.5 hour നിയർലി 2 hour വരെ പെർഫെക്റ്റ് ആയിട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ഇഷ്യൂ വരും. അതാണ് ഫസ്റ്റ് എനിക്ക് ഇൻഡോർ ഷൂട്ടിങ്ങിൽ നോട്ട് ചെയ്ത്. ഇൻഡോർ ഷൂട്ടിങ്ങിൻ്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. ഔട്ട്ഡോറും നമുക്ക് ആ സെയിം ഇഷ്യൂ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ നമുക്ക് പെരിസ്കോപ്പ് ടെലിഫോട്ടോ സെയിം ഇഷ്യൂ തന്നെ, വാമിൻ്റെ ഇഷ്യൂ തന്നെയാണ് പെരിസ്കോപ്പ് ടെലിഫോട്ടോയിലും. 100x സൂമിങ്ങിൻ്റെ ഔട്ട്പുട്ട് എന്നൊക്കെ പറഞ്ഞാൽ കിഡിലോസ്കി ഔട്ട്പുട്ടാണ്. ദാറ്റ് മീൻസ് ഒരു ഓയിലി എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷോട്ടാണ്. ബട്ട് നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഇച്ചിരി ഓയിലി ആയിരിക്കും. പക്ഷേ അത് ആഫ്റ്റർ പ്രോസസ്സിങ്ങിൽ നമ്മൾ പ്രിവ്യൂ കണ്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും പക്ക ഷോട്ടായിരിക്കും. പക്ഷേ ഈ പെരിസ്കോപ്പ് ടെലിഫോട്ടോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 minutes ഒക്കെ നമ്മൾ ചുമ്മാ റാൻഡായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് 100x സൂമിങ് ഫോട്ടോ എടുക്കുക, പിന്നെ ഈ 100x സൂമിങ് യൂസ് ചെയ്യുക. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി സെയിം ഇഷ്യൂ. ബട്ട് അത് നെഗ്ലിജിബിൾ. കാരണം പെരിസ്കോപ്പ് ടെലിഫോട്ടോ നമ്മൾ ജസ്റ്റ് അത്രയും നേരമൊന്നും കണ്ടിന്യൂസ് ആയിട്ട് നോക്കൂലായിരിക്കണം. ബട്ട് സ്റ്റിൽ എ ഫീച്ചറാണ്. ബട്ട് സോ അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നതാണ് പെരിസ്കോപ്പ് ടെലിഫോട്ടോ ഒരു 5 to 10 minutes കഴിഞ്ഞ് കഴിയുമ്പോൾ 5 minutes കഴിയുമ്പോൾ തന്നെ വാം വരുന്നു. 10 minutes കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഫോൺ വാം. ദാറ്റ് മീൻസ് ഇത് 8Gen 1 ഓൾറെഡി ഒരു വാം ചിപ്പാണ്, ഒന്ന് വാം സൈഡിലുള്ള ചിപ്പാണ്. സോ ഒന്നും വലിയൊരു ഇഷ്യൂ ആയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാനൊരു അറിവിനായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. നെക്സ്റ്റ് മെയിനായിട്ട് സ്ക്രീൻ റെക്കോർഡർ എലോങ് വിത്ത് ക്യാമറ യൂസേജ് ഫോൺ അങ്ങ് പൊള്ളൂന്ന് തന്നെ പറയാം. ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വാമുണ്ടാവും. നമ്മൾ സ്ക്രീൻ പിന്നെ അതിനകത്ത് തന്നെ എഴുതി കാണിക്കും. നമ്മൾ സ്ക്രീൻ റെക്കോർഡിംഗ് ആവണം സ്ലോ ആവണ പോലെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ഓൾറെഡി എഴുതി കാണിക്കുകയും ചെയ്യും. സോ സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്തിട്ട് ഇപ്പോൾ ചിലർ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യണം, ചിലർ സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്തിട്ട് വീഡിയോ ചെയ്യണവരുണ്ട്. ദാറ്റ് മീൻസ് നോർമൽ സ്ക്രീൻ റെക്കോർഡിംഗ് അല്ല, സ്ക്രീൻ റെക്കോർഡിംഗ് വിത്ത് ക്യാമറയാണ് ഏറ്റവും കൂടുതൽ വാമ. നോർമൽ സ്ക്രീൻ റെക്കോർഡിംഗ് പെർഫെക്റ്റ് ആണ്, അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. ആൻഡ് ദെൻ നമ്മുടെ ക്യാമറയിൽ കണ്ട സെയിം ഇഷ്യൂ, ദാറ്റ് മീൻസ് ആ 45 minutes ആകുമ്പോഴത്തേക്കും വാം ആവണ സെയിം ഇഷ്യൂ ഞാൻ ഗെയിമിങ്ങിലുണ്ട്. സോ ഞാൻ ഒബ്വിയസ്ലി പ്ലേ ചെയ്യുന്നത് കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ യൂസ്. സോ 45 minutes വരെ പക്കയാണ്. സോ ആ മീൻ വൈൽ നമുക്ക് അതിനകത്തൊരു സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട് നമ്മുടെ എബൌട്ട് ഡിവൈസിനകത്ത്. സോ നമ്മുടെ എബൌട്ട് ഫോണിനകത്ത് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ നമുക്ക് ബിൽഡ് നമ്പർ ടാപ്പ് ചെയ്ത് നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻസ് എനേബിൾ ചെയ്യാൻ പറ്റും. സോ ഞാൻ പിൻ ടൈപ്പ് ചെയ്തു. പിൻ ടൈപ്പ് ചെയ്ത് ഡെവലപ്പർ ഓപ്ഷൻസ് ഹാസ് ബീൻ എനേബിൾഡ് എന്ന് പറഞ്ഞു വരും. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് ഡെവലപ്പർ ഓപ്ഷൻസിൽ പോകാം. അതിനകത്ത് ഏറ്റവും താഴെ നമ്മുടെ ഗെയിംസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. സോ കണ്ടോ, ഗെയിംസ് അത് GPU വാച്ച്. ദാറ്റ് മീൻസ് നമുക്ക് കറണ്ട് എത്ര FPS നമുക്ക് GPU പോകണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാം. കറണ്ട് ആവറേജ് FPS 60 ആണ് നമ്മുടെ കറണ്ട് ആവറേജ് FPS. പിന്നെ GPU ലോഡ് CPU ലോഡും കാണിക്കും. സോ ഇതൊരു 45 minutes വരെ പക്കയായിട്ട് ഒരു 58 ഡ്രോപ്പ് ആയാലും ഒരു 56 വരെയൊക്കെ ഡ്രോപ്പ് ആകും. പക്ഷേ ഒരു 45 minutes കഴിയുമ്പോഴത്തേക്കും പിന്നെ ഡ്രോപ്പ് വന്നിട്ട് എന്ന് വെച്ചാൽ സിഗ്നിഫിക്കൻറ്റ് ഡ്രോപ്പ് അല്ല, ഗ്രാജുവൽ ഡ്രോപ്പ് ആണ് ഉദ്ദേശിച്ചത്. ഒരു 50 അറൗണ്ട്, ഒരു 45 minutes കഴിയുമ്പോൾ ഒരു 50 അറൗണ്ട്, പിന്നെ ഒരു സ്റ്റേബിൾ ആവുന്നുണ്ട്. പക്ഷേ എന്നാലും ഒരു ഡ്രോപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് പോയാൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ അതൊരു ഇഷ്യൂ. ബട്ട് 45 minutes വെച്ചാൽ ലോങ് ടൈമാണ്. അതും കോൾ ഓഫ് ഡ്യൂട്ടി ഇത്രയും ഹൈ പെർഫോമൻസിൽ കളിക്കുമ്പോഴാണ് നമുക്ക് ഇഷ്യൂസ് വരിക. അത് മാത്രമല്ല, പക്ഷേ നിങ്ങളൊരു ഒപ്റ്റിമൽ റൂം ടെമ്പറേച്ചറിൽ either on AC അല്ലെങ്കിൽ അണ്ടർ ദ ഫാൻ ആണെങ്കിൽ പക്കയായിട്ടൊരു 1 hour ഐ വുഡ് സേ അപ്രോക്സിമേറ്റ് 1 hour 50 minutes ഒക്കെ പക്കയായിട്ട് ഗെയിം കളിക്കാൻ പറ്റും, നോ ഇഷ്യൂസ്. ആൻഡ് നമുക്ക് ഈവൻ മോർ ഗെയിം കളിക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പക്ക സ്മൂത്ത്നെസ്സോടെ ഗെയിം കളിക്കാൻ പറ്റുന്നതായിട്ട് ഉദ്ദേശിച്ചത്. ആ ഒരു പെർഫെക്റ്റ്ലി സ്വീറ്റ് സ്പോട്ടിൽ ഗെയിം കളിക്കാൻ പറ്റുന്ന കാര്യമാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ഗൈസ് ഇനി നെക്സ്റ്റ് തിങ് വെച്ചാൽ വീഡിയോഗ്രാഫി തന്നെയാണ്. സോ വീഡിയോഗ്രാഫിയിൽ എസ്പെഷ്യലി എടുത്തു പറയുന്ന സാധനമാണ് നമ്മുടെ പോർട്രേറ്റ് വീഡിയോ. സോ ആക്ച്വലി ഇത് ഇഷ്യൂ എന്ന് പറയുന്നില്ല. എന്താ പറയുക, നമ്മൾക്ക് കുറച്ചും കൂടെ ഐ പ്ലസൻ്റ് ആയിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ബൊക്കെയാണ്. മീൻസ് ഒരു പോർട്രേറ്റ്
ഒരു നാച്ചുറൽ പോർട്രേറ്റ് ബൊക്കെ വരും. ഇതിൻ്റെ ഫോട്ടോസിൽ പോർട്രേറ്റ് മോഡ് അടിപൊളിയാണ്. പക്ക ഒരു DSLR ഒരു നാച്ചുറൽ ബൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഷോട്ടാണ് ഇതിൻ്റെ ഫോട്ടോസ് കിട്ടുക. പക്ഷേ വീഡിയോസ് എന്ന് വെച്ചാൽ ആർട്ടില്ല, ഞാൻ പറയും ഒരു ലൈറ്റ് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു വീഡിയോയാണ് നമുക്ക് ഇതിൻ്റെ പോർട്രേറ്റ് വീഡിയോയിൽ വരുന്നത്. സോ അത് അവിടെ ആ ഒരു ഏരിയ എനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്ന് തോന്നിയൊരു ഏരിയയാണ് നമ്മുടെ ആ ഒരു പോർട്രേറ്റ് വീഡിയോ. ഓക്കെ, സോ ഞാനിത് പറയാൻ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ iPhone 13 Pro Max ആയിട്ട് നോക്കണം. നമുക്ക് iPhone 13 Pro Maxനകത്ത് നമുക്ക് ഇതിൻ്റെ സിനിമാറ്റിക് മോഡ് വരുന്നുണ്ട്. ഓക്കെ, സോ അതൊരു കല്ലൻ ഫീച്ചറാണ് നമ്മുടെ സിനിമാറ്റിക് മോഡ്. സോ അതിനകത്തൊരു ആ ഡെപ്ത് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്താ പറയുക, ഒരു നമുക്ക് ഡൗട്ട് അടിക്കുന്ന രീതിയിലുള്ള, ദാറ്റ് മീൻസ് ഇതൊരു DSLR ആണോ ഒരു iPhone ആണോ എന്ന രീതി അത്രയ്ക്കൊരു പെർഫെക്ഷനാണ്. ദാറ്റ് മീൻസ് ആ ഒരു നാച്ചുറൽ ബൊക്കെയായിട്ട് ഉദ്ദേശിച്ചത്. മീൻസ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അത്ര ഒരു ക്ലീൻ ആൻഡ് നാച്ചുറൽ ബൊക്കെ നമുക്ക് ഈ 13 Pro Max കിട്ടുന്നത്. അത് നമുക്ക് ഇവിടെ മിസ്സിംഗ് ആണ്. ഒരു ഇഫ് യു ആസ്ക് മീ അബൌട്ട് മാറി 5 to 10% ബെറ്റർ, നമ്മുടെ ഒരു 5% കൂടിയോ ബെറ്റർ നമ്മുടെ 13 Pro Max തന്നെയാണ് നമ്മുടെ വീഡിയോഗ്രാഫി. ഓൾസോ സിനിമാറ്റിക് മോഡ് അല്ലാത്ത വീഡിയോ ആയാലും കുറച്ചും കൂടെ ഒരു എനിക്ക് കുറച്ചും കൂടെ എസ്പെഷ്യലി വീഡിയോഗ്രാഫി കുറച്ചും കൂടെ എനിക്ക് പേഴ്സണൽ പ്രിഫറൻസ് ഐഫോൺസ് ആണ് വീഡിയോഗ്രാഫിയിൽ. S22 ഒട്ടും മോശമല്ല. ഇതിനകത്ത് ഞാനൊരു നോർമൽ വീഡിയോഗ്രാഫിയിൽ ഒരു 1 to 2% ഓർ ഈവൻ ടൈ വേണമെങ്കിൽ പറയാം. ബട്ട് മറ്റേ സിനിമാറ്റിക് മോഡ് ക്ലിയർ വിന്നറാണ്. ദാറ്റ് മീൻസ് പോർട്രേറ്റ് മോഡ് ക്ലിയർ വിന്നർ നമ്മുടെ iPhone 13 Pro Max തന്നെയാണ്. സോ ഗൈസ്, നെക്സ്റ്റ് നമുക്ക് ചാർജിങ് ടൈം ആണ്. സോ ഇതാണ് ഒരു മേജർ ഏരിയ. മീൻസ് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ Realme GT Neo 3, നമ്മുടെ Xiaomi 12 Pro, അതിനകത്ത് ഈ ഡിവൈസൊക്കെയാണ് യൂസ്. ദാറ്റ് മീൻസ് ഇതിനകത്ത് ചാർജിങ് സ്പീഡ് 120 വാട്ട് 150 വാട്ട്. Xiaomi 12 Pro ഒക്കെ ജസ്റ്റ് ഒരു 25 മിനിറ്റ്സിൽ ഫുൾ ചാർജ് ആവുന്നുണ്ട്. ആൻഡ് Realme GT Neo 3 ബ്ലേസിംഗ്ലി 17 മിനിറ്റ്സിലൊക്കെയാണ് ഫുൾ ചാർജ് ആവണം, 1 to 100%. സോ അതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ഇതിട്ട് യൂസ് ചെയ്തപ്പോൾ ഇതൊരു നിയർലി എനിക്ക് 25 വാട്ട് ചാർജറിലാണെങ്കിൽ എനിക്കൊരു അറൗണ്ട് 1 hour 10 minutes, to be exact 1 hour 8 minutes എടുക്കുന്നുണ്ട്. ആൻഡ് ഫോർ ദാറ്റ് 45 വാട്ട് ചാർജറാണെങ്കിൽ നിയർലി ഒരു 58 minutes to 1 hour എടുക്കുന്നുണ്ട്. സോ ചാർജിങ് ടൈം ഇച്ചിരി കൂടുതലാണ്. പക്ഷേ ബാറ്ററി ബാക്കപ്പ് പക്കാണ്. പക്ഷേ ചാർജിങ് ടൈം കുറച്ചും കൂടെ ഒരു എഫിഷ്യൻ്റ് ആകും. മീൻസ് 45 വാട്ട് ചാർജർ ആയാലും 25 വാട്ട് ചാർജർ ആയാലും ഒരു 1 hour അറൗണ്ട് നമുക്ക് ചാർജിങ് ടൈം എന്തായാലും എടുക്കും. പിന്നെ നെക്സ്റ്റ് കാര്യം ദാറ്റ് മീൻസ് ഒരു അതിൻ്റെ ബിൽഡിൻ്റെ കാര്യമാണ്. ദാറ്റ് മീൻസ് ഇതിൻ്റെ ടോപ്പ് ബെസൽ ആസ് വെൽ ആസ് ബോട്ടം ബെസൽ ഹൈലി സെൻസിറ്റീവ് ടു സ്ക്രാച്ചസ് ആണ്. നമുക്ക് ദാറ്റ് മീൻസ് ലൈറ്റ് പൊടിയിരുന്നാൽ തന്നെ സ്ക്രാച്ച് ആവും. സോ ഞാൻ ഒരു ജസ്റ്റ് ഒരു കേസ് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് സ്ക്രാച്ച് ആവും. ബാക്ക് പാനൽ അത്യാവശ്യം കുഴപ്പമില്ല. ബട്ട് ഞാൻ വന്ന സ്റ്റിക്കർ ഇതുവരെയും പീൽ ഓഫ് ചെയ്തിട്ടില്ല. ബാക്ക് പാനൽ കുഴപ്പമില്ല. ബട്ട് ഇതിൻ്റെ സൈഡാണ് ഭയങ്കരമായിട്ട് ഈസിലി സ്ക്രാച്ചസ് ആവും. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ വരുന്നത് വെച്ചാൽ നമുക്ക് നിങ്ങൾക്ക് നോക്കിയാൽ നമ്മുടെ സാംസങ്ങിൻ്റെ തന്നെ മാനുഫാക്ചർഡ് ബൈ സാംസങ് എന്നൊരു ലോഗോ ഒക്കെ ഉള്ളൂ. ഇത് സ്ക്രീൻ പ്രൊട്ടക്ടർ കാര്യങ്ങളൊന്നും അല്ല, ചുമ്മാ ഒരു ക്ലിയർ പേപ്പറാണ് വന്നിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ മാറ്റിയിട്ട് നമ്മൾ ഒബ്വിയസ്ലി ഒരു ഗ്ലാസ് ഒട്ടിക്കാനായിരിക്കും നമ്മൾ പ്ലാൻ. പക്ഷേ ഗ്ലാസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ എയ്തർ വർക്ക് ചെയ്യില്ല. ഗ്ലാസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി ഹാർഡ് പ്രസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ആ സ്വീറ്റ് സ്പോട്ട് മിസ്സാവും. ആ ഇൻ ഡിസ്പ്ലേ സ്കാനറിനൊരു രസം കിട്ടത്തില്ല നമുക്ക്. സോ അതൊരു ഇഷ്യൂ ആണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സർക്കിൾ ടൈപ്പ് പഞ്ച് ഹോൾ ഓട്ടുള്ള സ്ക്രീൻ പ്രൊട്ടക്ടേഴ്സ് ഒക്കെ ഭയങ്കര റെയറാണ് നമ്മൾ യൂസ് ചെയ്ത് കിട്ടാറ്. സോ മോസ്റ്റ് പീപ്പിൾ ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുക. സോ ഒരു ഡ്രോപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സീനായിരിക്കും. മീൻസ് ഇങ്ങനെ യൂസ് ചെയ്യാം. സോ ഇതൊരു യൂഷ്വൽ സാക്രിഫൈസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഫേസ് റെക്കഗ്നിഷൻ യൂസ് ചെയ്ത് അത് സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ അത്രയ്ക്ക് നല്ലൊരു സ്പൈജിൻ്റെ കേസോ അല്ലെങ്കിൽ കൂടി എന്തെങ്കിലും സാംസങ്ങിൻ്റെ സിലിക്കൺ ടൈപ്സ് കേസോ യൂസ് ചെയ്ത് ഫോൺ പ്രൊട്ടക്ട് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ്. പിന്നെ എനിക്ക് മൈനറായിട്ട് ചോദിച്ച ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. മേജറായിട്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ കാര്യം വാമിൻ്റെ ചൂടിൻ്റെ ഇഷ്യൂസ് തന്നെയായിരുന്നു. സോ അത് സ്നാപ്ഡ്രാഗൺ 8 Gen 1 ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്, എസ്പെഷ്യലി നമ്മുടെ വീഡിയോ റെക്കോർഡിങ്ങിൽ വന്നുകൊണ്ടിരുന്നത്. സോ ഞാൻ ബേസ് പറഞ്ഞ 108 at 60 FPS ആണെങ്കിലും 4K ആയിട്ട് വരുമ്പോൾ കുറച്ചും കൂടെ നേരത്തെ ഈ വാമിൻ്റെ ഇഷ്യൂ വരും. ഇനി എൻ്റെ 8K ആണ് കുറച്ചും കൂടെ നേരത്തെ, ഏറ്റവും നേരത്തെ ഇഷ്യൂസ് വരും. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല പെരിസ്കോപ്പ് ടെലിഫോട്ടോയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള ഫോട്ടോസ് 100x എസ്പെഷ്യലി 100x. പിന്നെ സ്ക്രീൻ റെക്കോർഡ് എല്ലോ വിത്ത് ക്യാമറ ഹൈലി ചൂടാവുന്ന ഒരു കേസാണ്. പിന്നെ ഗെയിമിംഗ് 45 minutes വളരെ ഓക്കെയാണ്. 45 minutes എബോവ് സീനാണ്. പിന്നെ അതുപോലെ ആ പോർട്രേറ്റ് പോലുള്ള കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് നമ്മൾ 1 lakh എന്ന് പ്രൈസ് ടാഗ് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു ഫോണാണ് നമ്മുടെ iPhone 13 Pro Max. സോ ഏതൊക്കെ ഏരിയാസിലാണ് ഈ iPhone 13 Pro Max ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എസ്പെഷ്യലി ബാറ്ററി ബാക്കപ്പ്. സോ നമ്മുടെ 13 Pro Max ഇത് വെച്ച് നോക്കുക. 13 Pro Max എസ്പെഷ്യലി ഒരു 6 hours എനിക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട് 13 Pro Max. 1,00,000 രൂപയുടെ സാംസങ്ങിൻ്റെ ഒരു ഗാലക്സി S22 Ultra ഇത് എടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ചിലർ ചോദിക്കും, എന്നാൽ പിന്നെ ഡയറക്റ്റ് ഐഫോൺ എടുത്താൽ പോരായിരുന്നോ? ബിക്കോസ് അത് 1 lakh rupees എന്തായാലും ഐഫോൺ കിട്ടും. പിന്നെ എന്തിനാണ് S22 Ultra എടുക്കുന്നത്? സോ നമുക്ക് ജസ്റ്റ് ഈ ഐഫോൺ എന്തൊക്കെ കാര്യമാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഫസ്റ്റത്തെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിനിമാറ്റിക് മോഡ്
ഉഗ്രൻ, ഒരു രക്ഷയില്ല. പിന്നെ അത് മാത്രമല്ല എക്കോ സിസ്റ്റം ഫ്രണ്ട്ലി. അത് മീൻസ് ഇപ്പോൾ നിങ്ങളൊരു ട്രാവൽ വ്ളോഗർ ഒക്കെ ആണെങ്കിൽ 13 Pro Max അല്ലെങ്കിൽ 12 Pro Max ആ റേഞ്ചിലുള്ള സെറ്റ്സ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ്, വീഡിയോഗ്രാഫി എല്ലാം പക്കയാണ്. ദാറ്റ് മീൻസ് S22 Ultraനേക്കാൾ ഞാൻ പക്കയാന്ന് പറയും. ദാറ്റ് മീൻസ് ഈ ഒരു S22 Ultra ഞാൻ പറഞ്ഞ 45 മിനിറ്റിലെ ആ ഒരു വാം ഇതിനകത്ത് 45 മിനിറ്റിൽ വരുന്നില്ല. ആ ഒരു വാം ഇല്ല എന്ന് തന്നെ ഉണ്ട്, ബട്ട് അത്രയും വരുന്നില്ല. ആ ഒരു വാംനെസ് ഈ ഒരു അത്രയും വരുന്നില്ല നമ്മുടെ 13 Pro Max. അത് മാത്രമല്ല നമുക്ക് ഒരു മാക്ബുക്ക് ഉണ്ട്, മീൻസ് ആപ്പിളിന്റെ ലാപ്ടോപ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ വീഡിയോ ഇതിനകത്ത് എടുക്കുന്നു, നേരെ നമ്മൾ മാക്ബുക്കിട്ട് എയർ ഡ്രോപ്പ് ചെയ്യുന്നു, അതിനകത്ത് എഡിറ്റ് ചെയ്യുന്നു. ഭയങ്കര റാപ്പിഡ് ഫാസ്റ്റ് ആണ് അതിനകത്ത് എഡിറ്റിംഗ്. നേരെ തിരിച്ച് ഇതിനകത്ത് വരുന്നു, നേരെ അപ്ലോഡ് ചെയ്യും, കാര്യം കഴിഞ്ഞു. സോ എൻറ്റയർലി. അത് മാത്രമല്ല ആപ്പിളിന്റെ എയർപോഡ്സ് പ്രോ അല്ലെങ്കിൽ ആപ്പിൾ വാച്ചസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ എക്കോ സിസ്റ്റം സിങ്ക് ആണ്. ബട്ട് മീ പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാലക്സി വാച്ചസ് ആണ്. ആൻഡ് ഇതിപ്പോൾ നമ്മുടെ ഗാലക്സി ബഡ്സ് ലൈവ് ആണ്. സോ ഞാൻ കൂടുതലും സാംസങ്ങിന്റെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. മീൻസ് ആൻഡ്രോയിഡ് അതിനകത്തുള്ള കാരണം എനിക്ക് കുറച്ചും കൂടെ ഇപ്പോൾ കറന്റ് എക്കോ സിസ്റ്റം ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നത് സാംസങ് ഡിവൈസ് ആണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ആപ്പിൾ വാച്ച് പ്രിഫർ ചെയ്യുന്നത് ബിക്കോസ് എനിക്ക് ഫീച്ചേഴ്സ് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ് ഇൻ കമ്പാരിസൺ വിത്ത് നമ്മുടെ സാംസങ് വാച്ച് 4, വാച്ച് 3 ആൻഡ് ഈവൻ പ്രീവിയസ് വാച്ചസ് നോക്കുമ്പോൾ. സോ ബട്ട് എയർപോഡ്സ് പ്രോ ദാറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഡക്ട്സ് മീൻസ് നമ്മുടെ ഇയർബഡ്സിന്റെ സെക്ഷനിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് നമ്മുടെ എയർപോഡ്സ് പ്രോ. അത് പെർഫെക്റ്റ് ആണ്. സോ എക്കോ സിസ്റ്റം വെച്ച് നോക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഐഫോൺ വരും. പിന്നെ ചാർജിങ് ടൈം രണ്ടിലും സെയിം ആണ്. ഇത് അത്യാവശ്യം ഒരു 1.5 ഡേ ബാറ്ററി ബാക്കപ്പ് ഉണ്ട് ഇതിന് ഓൺ ഹെവി യൂസ്. ഐ മീൻ ഹെവി യൂസിന് 1.5 ഡേ, ഇത് ജസ്റ്റ് 1 ഡേ ഓൺ ഹെവി യൂസ്. ആൻഡ് നെക്സ്റ്റ് ചാർജിങ് ടൈം 1 hour 45 minutes, ഇത് 1 hour. ദാറ്റ് മീൻസ് 20 വാട്ട് ചാർജർ ആണ് സപ്പോർട്ട്, ഇത് 45 വാട്ട് ചാർജർ സപ്പോർട്ട്. സോ 1 hour 45 minutes, 1 hour. സോ ഇത്രയാണ് കാര്യങ്ങൾ. ബട്ട് ഇനി ഐഫോൺ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ഗാലക്സി S22 Ultra. ഇത് ഫസ്റ്റത്തെ കാര്യം തന്നെ നമ്മുടെ S Pen ആണ് ഒബ്വിയസ്ലി. പക്ക എന്താണ് സ്ക്രീൻ ഓഫ് ചെയ്യുമ്പോൾ ജസ്റ്റ് എടുക്കുക, നേരെ സ്ക്രീൻ ഫോൺ എടുത്ത് വയ്ക്കുക, ഇൻസ്റ്റന്റ് ആയിട്ട് സംഭവം സേവ് ആയി. സാംസങ് നോട്ട്സ് അങ്ങനെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്. സോ ഇനി നമുക്കിൻ്റെ പ്രോസീഡ് വരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിൻ്റെ ഡിസ്പ്ലേ അടിപൊളി ഡിസ്പ്ലേ ആണ്. നമുക്ക് സ്ക്വാഡ് ചെയ്യുന്നത് ഞാൻ സ്പെക്കും കാര്യങ്ങളും പറയുന്നില്ല, സ്പെക്സും കാര്യങ്ങളും തന്നെ മീൻസ് ആ ഒരു വീഡിയോ എങ്ങനെയുണ്ടെന്ന്, ഓഡിയോ എങ്ങനെയുണ്ട്, ഔട്ട്പുട്ട് ഒക്കെ ഞാൻ താഴെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഓക്കെ. ആൻഡ് ഓഡിയോ നമുക്ക് വിത്ത് ഡോൾബി അറ്റ്മോസ് ആണ് വരുന്നത്. ഓഡിയോ അടിപൊളിയാണ്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ കിണ്ണങ്ങാച്ചിയാണ്. 1750 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഡിസ്പ്ലേക്കകത്ത് തന്നെ നമുക്ക് കുറച്ചധികം മോഡ്സ് വരുന്നുണ്ട്. സ്ക്രീൻ മോഡ് നമുക്ക് വിവിഡ് ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ആ ഒരു വിവിഡ്നെസ് കിട്ടും. അതാണ് ബൈ ഡീഫോൾട്ട്. പിന്നെ ഞാൻ കുറച്ചും കൂടെ കണ്ടിന്യൂസ് നൈറ്റ് യൂസ് ഒക്കെ എനിക്ക് കൂടുതലുള്ളതാണ്, ഞാൻ നാച്ചുറൽ ഇട്ടേക്കാണ്. പിന്നെ ഐ കംഫോർട്ട് ഷീൽഡ് ഉണ്ട്, മീൻസ് ഹാംഫുൾ ലൈറ്റൊക്കെ തടയാനായിട്ടുള്ള സാധനമുണ്ട്. ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ പോലത്തെ സംഭവമാണ്. ഓക്കെ. ആൻഡ് ദെൻ ഒരു നല്ലൊരു കിടക്കുന്ന സംഭവമാണ് നമ്മുടെ എഡ്ജ് പാനൽ. കാരണം ബിക്കോസ് ടൺസ് ഓഫ് യൂസ് ആണ്. മീൻസ് നമുക്ക് ഇഷ്ടം പോലെ കസ്റ്റമൈസേഷൻ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. മീൻസ് നമുക്ക് ഈ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സംഭവത്തിൽ നിൽക്കുക, ഇന്ന സ്ഥലം ഇന്ന സ്ഥലം വേണ്ട, ഇത്രയും സ്ഥലം മതി എനിക്ക് ക്രോപ്പ് കാര്യങ്ങൾ. ഫോൺ നമ്പർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഇത് ഡൺ കൊടുത്തു കണ്ടോ, ഇൻസ്റ്റന്റ് ആ സംഭവം സേവ് ആയി. ഇപ്പോൾ എനിക്കിത് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഒരു ഒരാളുടെ ബാങ്ക് അക്കൗണ്ട് നമുക്ക് നമ്പർ IFSC ഒക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇത് ഇങ്ങനെ എടുത്തു. ഞാനിത് ഞാൻ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഈ പേപ്പർ ഇത് അതിവിടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ IFSC ഞാൻ ജസ്റ്റ് ഇവിടെ എടുത്തു. എഡ്ജ് പാനലിൽ ഇത് സംഭവം എടുത്തു. ഇതിൻ്റെ പേര് കാണിച്ചു ഞാൻ പറയാം. നമ്മുടെ സ്മാർട്ട് സെലക്ട് ഒരു എഡ്ജ് ഫീഡാണത്. ഓക്കെ. അപ്പോൾ ഞാനത് എടുത്തു. ഓക്കെ. അത് ഞാൻ ജസ്റ്റ് എടുത്തിട്ട് ഇപ്പോൾ ഇവിടെയാണ് തൊട്ട് ഇതിൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എടുക്കുക. ഞാൻ ജസ്റ്റ് ഈ ആ ഭാഗം ഏത് ഭാഗത്താണ് ബാങ്ക് അക്കൗണ്ട് നമ്പർ എടുക്കുന്നത് ആ ഭാഗം മാത്രം ഞാൻ ക്രോപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് ഡൺ കൊടുത്തു. എന്നിട്ട് ഇവിടെ താഴെ ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ നോക്കി. അപ്പോൾ ഉണ്ടോ ഫുൾ ടെക്സ്റ്റായിട്ട് നമുക്ക് മൊത്തം എന്തൊക്കെയാണോ മൊത്തം എത്ര വേണോ അത് മാത്രം ടെക്സ്റ്റായിട്ടുണ്ടോ ആ ഒരു സംഭവത്തിൽ എന്തൊക്കെയാണ് ജസ്റ്റ് കോപ്പി കൊടുക്കുക, എവിടെയാണോ ഷെയർ ചെയ്യേണ്ടത് അവിടെ കൂടെ ഷെയർ ചെയ്യുക. സോ ഇതിൻ്റെ ജസ്റ്റ് ഓർഡറിനായിട്ട് ഇതിനകത്ത് ഇഷ്ടം പോലെ ടൺസ് ഓഫ് സാധനങ്ങളുണ്ട്. നമുക്ക് കസ്റ്റമൈസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കുറേ യൂസ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. ഹൈലി കസ്റ്റമൈസബിൾ, എസ്പെഷ്യലി 1UI എന്ന് വെച്ചാൽ ഹൈലി കസ്റ്റമൈസബിൾ ആണ് സംഭവം UI വരുന്നത്. പിന്നെ അത് മാത്രമല്ല 100x ഫോട്ടോസ്, ദാറ്റ് മീൻസ് 100x സൂമിങ്ങിൻ്റെ ഔട്ട്പുട്ട് കിടക്കലാണ് നല്ല. ദാറ്റ് മീൻസ് ആ ഓയിൽ എഫക്റ്റ് ഒന്നുമില്ല ബിക്കോസ് ആ ഏജൻറ്റ് ഒപ്റ്റിമൈസേഷനാണ്. ആഫ്റ്റർ ഒപ്റ്റിമൈസേഷൻ ഏറ്റവും കൂടുതൽ കാര്യം നടക്കുന്നത്. പിന്നെ പോർട്രേറ്റ് മോഡ് 1x, ദാറ്റ് മീൻസ് ഫോട്ടോസ് ആട്ടോ പോർട്രേറ്റ് മോഡ് 1x ഉം 3x ഒക്കെ അടിപൊളിയാണ്. ഞാൻ ഈവൻ 13 Pro Maxന്റെ ദാറ്റ് മീൻസ് നമ്മുടെ നോർമൽ ഫോട്ടോനേക്കാളും ബെറ്ററാണ് നമ്മുടെ ഗാലക്സി S22 Ultra'യുടെ നോർമൽ ഫോട്ടോ മോഡ്. ഐ റിപ്പീറ്റ് ഫോട്ടോ മോഡ്. വീഡിയോ സ്റ്റിൽ ഇവിടെ തന്നെയാണ്. ആൻഡ് ദെൻ പിന്നെ ഡയറക്ടേഴ്സ് വ്യൂ ഉണ്ട്, അടിപൊളിയാണ്. ദാറ്റ് മീൻസ് നമുക്ക് എല്ലാ ക്യാമറ ആക്സ് ചെയ്യാൻ പറ്റിയൊരു മോഡാണ് നമ്മുടെ ഡയറക്ടേഴ്സ് വ്യൂ. നമ്മുടെ ഫ്രണ്ട് ക്യാമറ, ഇത് നമ്മുടെ അൾട്രാ വൈഡ്, നോർമൽ, ടെലിഫോട്ടോ എല്ലാ ക്യാമറ നമുക്ക് ഒരേ സമയത്ത് ആക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഒരു നൈസ് ഫീച്ചറാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് 1UIക്കകത്ത് പക്ക സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ്. നമുക്ക് പക്ക ടൈംലി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വേണം. പിന്നെ നമുക്ക് RAM പ്ലസ് എന്ന ഫീച്ചർ, മീൻസ് നമുക്ക് RAM എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഫീച്ചറാണ്. സോ നമ്മുടെ ബാറ്ററി ആൻഡ് മെയിൻ്റനൻസ് അതിനകത്ത് നമ്മുടെ മെമ്മറിക്കകത്ത് ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഓപ്ഷൻ വരും.
റാം പ്ലസ് അപ് ടു 8 GB, ദാറ്റ് മീൻസ് 12+8 20 GB റാം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ എനിക്കിപ്പോൾ 512 GB ആയ കാരണം ഞാൻ അത് ഓൺ വേണമെങ്കിൽ 8 GB ആക്കിയാലും കുഴപ്പമില്ല. 256 GB നിങ്ങൾക്ക് സ്റ്റോറേജ് മുഖ്യമാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേത് തന്നെ 4 ഇത് തന്നെ ധാരാളം. ഇപ്പം തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് 12 GB തന്നെ 4 GB ഇനി അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതൊരു ഇഷ്യൂ ഉള്ള കാര്യങ്ങളല്ല. ഓക്കെ, ആൻഡ് ദെൻ വേറെ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ലോങ് ടേം യൂസിനായിട്ടാണ് ഞാൻ ഈ ഫോൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് കാരണം ബാറ്ററിക്കകത്ത് നമുക്കൊരു ഫീച്ചർ വരുന്നത് മീൻസ് മോർ ബാറ്ററി സെറ്റിംഗ്സിൽ പോവുക. ബാറ്ററിക്കകത്ത് മോർ ബാറ്ററി സെറ്റിംഗ്സിനകത്ത് പ്രൊട്ടക്ട് ബാറ്ററി 85% കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി പിന്നെ ചാർജ് ആവുന്നത്. മീൻസ് അതിന് മാക്സിമം ആയിട്ട് നമുക്ക് ആ ബാറ്ററിയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം. ഐഫോൺസിൽ ബാറ്ററി ഹെൽത്ത് പോലെ നമ്മുടെ സാംസങ്ങിനുള്ള ബാറ്ററി ഹെൽത്താണത്. സോ നമുക്ക് സെറ്റിംഗ്സ് നോക്കി ഐഫോണിൽ നോക്കി അറിയാം ബാറ്ററി ഹെൽത്ത് എന്നൊരു സംഭവമുണ്ട്. ഓക്കെ, അത് നമ്മുടെ എത്രത്തോളം ഹെവി യൂസ് ഒക്കെ ആണ് അതനുസരിച്ച് അത് പറഞ്ഞാൽ 99 ആണ്. നമുക്ക് കുറച്ചും കൂടി യൂസ് ചെയ്യുമ്പോൾ പിന്നെയും കുറഞ്ഞുകൊണ്ടിരിക്കും. സോ അത് കുറച്ചും കൂടെ ഒപ്റ്റിമൈസ്ഡ് ആവാൻ വേണ്ടിയാണ് നമുക്ക് ഈ പ്രൊട്ടക്ട് ബാറ്ററി മീൻസ് ബാറ്ററി ഹെൽത്ത് കുറച്ചുകൂടെ നമുക്ക് അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഉള്ള ഉപയോഗമാണ് നമുക്ക് അതിനകത്ത് വരിക. ഓക്കെ, അത് മാത്രമല്ല നെക്സ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൾ റെക്കോർഡിംഗ് ഉണ്ട്. വിത്തിൻ ഇൻബിൽഡ് നല്ല കോൾ റെക്കോർഡിംഗ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാമിനാവുന്ന വേറൊരു കാര്യമുണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയ കേസാണ്. ജിയോ സിം, അതേപോലെ നമുക്ക് VI സിം ഉണ്ട്, BSNL ഉണ്ട്, എയർടെൽ ഉണ്ട്. ഇങ്ങനത്തെ സിമ്മിനകത്ത് ഞാൻ S22 Ultra'യിൽ ഞാനിപ്പോൾ VI വെച്ചിട്ട് എയർടെലൊക്കെ വെച്ച് ട്രൈ ചെയ്യുമ്പോൾ എസ്പെഷ്യലി VI എൻ്റെ ഒരു ഏരിയസിൽ അത്ര റേഞ്ചുള്ള ഒരു ഏരിയ അല്ല ഞാനിപ്പോൾ കറണ്ട്ലി ലൊക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. സോ ഈ ഏരിയസിൽ ഈ മീൻസ് സ്വിച്ചിങ് ഉണ്ട്. മീൻസ് ഇപ്പോൾ ഒരു 4G വോൾട്ട് കുറച്ച് നല്ല രീതിയിൽ ഇച്ചിരി ഉള്ളിട്ട് മാറിക്കഴിഞ്ഞാൽ മീൻസ് ഇൻഡോറിനകത്ത് എനിക്ക് ഇടയ്ക്ക് 3G ആവും, പെട്ടെന്ന് തന്നെ 4G ആവും. ബട്ട് ആ ഒരു സംഭവം നമ്മുടെ വോൾട്ട് ദാറ്റ് മീൻസ് ജിയോ വന്നപ്പോൾ ആ ഒരു ഇഷ്യൂ ഇല്ല വോൾട്ടേജൊക്കെ, ബിക്കോസ് ജിയോയ്ക്ക് 4G മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല ഈ VIയിൽ ഇങ്ങനെ 4G നിൽക്കും, 3G നിൽക്കും, 2G നിൽക്കും. ബാറ്ററി എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാളും ഒരു മണിക്കൂർ 45 മിനിറ്റ് മിനിമം എനിക്ക് കൂടുതൽ. അതുപോലെ തന്നെ ഫോണിന് ദാറ്റ് മീൻസ് ചൂടാവുന്നുണ്ടായിരുന്നു VI യൂസ് ചെയ്ത. മീൻസ് ലോ നെറ്റ്വർക്ക് ഏരിയാസിനകത്ത് VI യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ജിയോ ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുക. ലോ നെറ്റ്വർക്ക് ഏരിയാസിനകത്ത് ജിയോ നിങ്ങൾക്ക് അന്നേരം റേഞ്ച് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട്, കാരണം ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്നതനുസരിച്ച് ബാറ്ററി നന്നായിട്ട് വലിക്കുകയും ചെയ്യും, അതോടൊപ്പം തന്നെ ഫോണും വാങ്ങും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. സോ ഞാനത് എത്രമാത്രം അത് എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ജിയോയ്ക്ക് ഒരു അപ്രോക്സിമേറ്റ്ലി 45 മിനിറ്റ്സ് അറൗണ്ട് ബാറ്ററി ബാക്കപ്പ് ക്വാളിറ്റി, അതുപോലെ തന്നെ ഫോണിൻ്റെ നോർമൽ ടെമ്പറേച്ചറിൽ നിന്നൊരു 2 ഡിഗ്രി സെൽഷ്യസ് എനിക്ക് കുറയാൻ പറ്റി. ഓക്കെ, പിന്നെ അത് മാത്രമല്ല നമുക്ക് വയർലെസ് ചാർജിങ് ഉണ്ട്, സപ്പോർട്ടഡ് ആണ്, ബാക്കിയെല്ലാം തൂഫാനാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നോർമലായിട്ട് നമുക്ക് നോക്കിയറിയാം ഇതിപ്പോൾ നോർമൽ ക്യാമറ ആണ്. ആൻഡ് ഇവിടെ 3:4 റേഷ്യോയിൽ നമുക്ക് 108 MB മോഡ് എടുക്കാൻ പറ്റുക. അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയ്ക്കകത്തും സെയിം തന്നെ 3:4 റേഷ്യോയിൽ 40 MB എടുക്കാൻ പറ്റും. സോ ഓവറോൾ നിയർ പെർഫെക്റ്റ് ഫോണാണ് നമ്മുടെ ഗാലക്സി S22 Ultra. പിന്നെ ഞാൻ ഈ ആദ്യത്തെ നമ്മൾ പറഞ്ഞ കോൺസ് മൊത്തം ഈ വാമിൻ്റെ ഇഷ്യൂസ് ആണ്. അത് എത്രത്തോളം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വഴി ഇമ്പ്രൂവ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ ഞാൻ ഇച്ചിരി ലോങ് ടേമിനകത്ത് മീൻസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 45 മിനിറ്റിൽ കൂടുതൽ എല്ലാം പറഞ്ഞാൽ 45 മിനിറ്റിൽ കൂടുതലാണ് ഫുൾ HD റെക്കോർഡിങ്. 45 മിനിറ്റ് കൂടുതൽ ഒരു 1 അവർ വരെ സേഫാണ്. അതിനും കൂടുതൽ ആണെങ്കിൽ നല്ല രീതിയിൽ വാമാവും ഇഷ്യൂസ്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഗെയിമിംഗ് ആയാലും 145 മിനിറ്റ്സ് ഓക്കെ പെർഫെക്റ്റ് എന്ന് പറയും, 1 അവർ ഓക്കെ. പിന്നെ അതിൻ്റെ അപ്പുറമായിട്ട് അറ്റ് യുവർ റിസ്ക് എന്ന് ഞാൻ പറയും. അതേപോലെ തന്നെ പിന്നെ പെരിസ്കോപ്പ് ടെലിഫോട്ടോ കണ്ടിന്യൂസ് ആയി യൂസേജ് ഒക്കെ റയർ കേസാണ്, എന്നാലും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എൻ്റെ പേഴ്സണൽ ഞാൻ പോർട്രേറ്റ് വീഡിയോയുടെ കേസാണ്. ബാക്കി എല്ലാം കൊണ്ട് ഒരു നിയർ പെർഫെക്റ്റ് ഫ്ലാഗ്ഷിപ്പ് തന്നെയാണ് നമ്മുടെ ഗാലക്സി S22 Ultra. So if in case if you are asking which one I would pick, obviously നമ്മുടെ ഗാലക്സി S22 Ultra തന്നെയായിരിക്കും. സോ എനിക്ക് ഡെയിലി ഡ്രൈവറായിട്ട് യൂസ് ചെയ്തിട്ട് നിയർ പെർഫെക്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ട ഒരു ഫോണാണ് ഗാലക്സി S22 Ultra. So guys, that's all for today. Signing off, it's Phone Mania.